ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്ഡേറ്റ്സ് ഓൺ ദ വേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേന്ദ്ര പോലീസ് സേനയായ CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെ 789 വേക്കൻസീസിലെ ഡീറ്റെയിൽസ് ആണ്. ഇൻസ്പെക്ടർ, SI, ASI, ഹെഡ് കോൺസ്റ്റബിൾ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി, ഡിപ്ലോമ എന്നീ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള തൊഴിൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരുന്നതാണ്. ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ. നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് 20/7/2020 മുതൽ 31/8/2020 വരെയാണ്. ഓഗസ്റ്റ് 31 വരെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ എക്സാം റിട്ടൺ ഡേറ്റും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് 20/12/2020 ഡിസംബർ 20-ാം തീയതിയാണ് ഇതിൻ്റെ എക്സാം പറയുന്നത്. നമുക്ക് ഓരോ പോസ്റ്റുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ഇൻസ്പെക്ടർ ഡയറ്റീഷ്യനാണ്. അതിൽ ടോട്ടൽ 1 വേക്കൻസിയാണുള്ളത്. അത് ജനറൽ കാറ്റഗറിയിലേക്കാണ്. ഈ പോസ്റ്റിലേക്ക് ലഭിക്കുന്ന സാലറി 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെയാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻസ് BSc ഹോം സയൻസ് അല്ലെങ്കിൽ ഹോം എക്കണോമിക്സ് ആണ്, വിത്ത് ന്യൂട്രീഷൻ ആസ് എ സബ്ജക്റ്റ്. ഈ ക്വാളിഫിക്കേഷനിൽ ന്യൂട്രീഷൻ ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കണം. പിന്നെ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറ്ററ്റിക്സ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഡയറ്ററ്റിക്സിൽ ഡിപ്ലോമയാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഹോം സയൻസോ ആൻഡ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നേഴ്സാണ്. ഇതിലേക്ക് ടോട്ടൽ 175 വേക്കൻസികളുണ്ട്. ജനറൽ 81, OBC 40, SC 20, ST 11, EWS കാറ്റഗറി 17 എന്നിങ്ങനെയാണ് ടോട്ടൽ 175 വേക്കൻസി വരുന്നത്. ലഭിക്കുന്ന പേ സ്കെയിലാണെങ്കിൽ ലെവൽ 6 ആണ്. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് നമുക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 12th പാസ്സായിരിക്കുകയും ഒരു 3.5 വർഷത്തെ ഡിപ്ലോമ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറിയിൽ 3.5 വർഷത്തെ ഡിപ്ലോമയും കൂടാതെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്ററും ചെയ്തിരിക്കണം. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. അടുത്തത് സബ് ഇൻസ്പെക്ടർ റേഡിയോഗ്രാഫർ പോസ്റ്റാണ്. ഇതിലേക്ക് ടോട്ടൽ 8 വേക്കൻസീസാണ് ഉള്ളത്. ഇതിലേക്കും സെയിം പേ സ്കെയിലെ ലെവൽ 6 തന്നെയാണ്. അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ +2 വിത്ത് സയൻസ് ആണ്. +2 വിത്ത് സയൻസും കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോഴ്സ് 2 വർഷത്തെ റേഡിയോ ഡയഗ്നോസിസ് കോഴ്സ് പഠിച്ചിരിക്കണം. ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു ബോർഡിൽ നിന്നോ പഠിച്ചിരിക്കണം. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. അടുത്തത് ASI ആണ്. അടുത്തത് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഫാർമസിസ്റ്റ് പോസ്റ്റാണ്. ടോട്ടൽ 84 വേക്കൻസീസ് വരുന്നുണ്ട്. ഇതിലേക്ക് ലഭിക്കുന്ന പേ സ്കെയിലാണെങ്കിൽ ലെവൽ 5 ആണ്. 29,200 രൂപ മുതൽ 92,300 രൂപ വരെയാണ് പ്രതിമാസം സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ക്വാളിഫിക്കേഷനായി +2 കൂടാതെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻ. കൂടാതെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ ഒരു ഫാർമസി കൗൺസിലെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധിയാണെങ്കിൽ 20 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തതും അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. അത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ടോട്ടൽ 5 വേക്കൻസീസാണ് ഇതിലേക്കുള്ളത്. ഓരോ കാറ്റഗറിയിലും സെപ്പറേറ്റ് ആയിട്ട് വേക്കൻസീസ് എടുത്ത് പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായി കൂടും അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ടാണ് ടോട്ടൽ 5 വേക്കൻസീസാണ് ഉള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിലേക്ക് ലഭിക്കുന്ന പേ സ്കെയിൽ ലെവൽ 5 തന്നെയാണ്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ +2 വിത്ത് സയൻസ് ആണ്. +2 വിത്ത് സയൻസ് കൂടാതെ 3 വർഷത്തെ ബാച്ചിലർ ഇൻ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഫിസിയോതെറാപ്പി. അതുകൂടാതെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇത് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ബോർഡോ ഇതോ അംഗീകരിച്ചതായിരിക്കണം. 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തതും അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റാണ്. ഡെൻ്റൽ ടെക്നീഷ്യനാണ്. ടോട്ടൽ 4 വേക്കൻസിയാണുള്ളത്. ലെവൽ 5 തന്നെയാണ് പേ സ്കെയിലായിട്ട് വരുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണെങ്കിൽ 10ാം ക്ലാസ്, അതായത് മെട്രിക്കുലേഷൻ വിത്ത് സയൻസ് ആണ്. സയൻസ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കണം. കൂടാതെ 2 ഇയർ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് കോഴ്സും പാസ്സായിരിക്കണം. അത് ആ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ് മറ്റേ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതായിരിക്കണം. 20 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തതും ASI ആണ്. ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സാണ്. ടോട്ടൽ 64 വേക്കൻസീസാണ് ഇതിലേക്ക് വരുന്നത്. ലെവൽ 5 തന്നെയാണ് പേ സ്കെയിൽ. ഇതിലേക്ക് മെട്രിക്കുലേഷൻ വിത്ത് സയൻസ് 10ാം ക്ലാസ് വിത്ത് സയൻസും കൂടാതെ ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഇതിലെ കൂടാതെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമയോ ഒരു സർട്ടിഫൈഡ് കോഴ്സോ ചെയ്തിരിക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരിക്കും ചെയ്തിരിക്കേണ്ടത്. പ്രായപരിധിയാണെങ്കിൽ 20 മുതൽ 25 വയസ്സ് തന്നെയാണ്.
അടുത്തതും അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറാണ്. ഇലക്ട്രോ കാർഡിയോഗ്രഫി ടെക്നീഷ്യനാണ്. ഇതിലേക്ക് ഒരു ഒഴിവാണുള്ളത്. ലെവൽ 5 തന്നെയാണ് പേ സ്കെയിലായിട്ട് വരുന്നത്. ഇതിലേക്ക് മെട്രിക്കുലേഷൻ വിത്ത് സയൻസും സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രോ കാർഡിയോഗ്രഫി ടെക്നോളജിയിലാണ് ഇതിലേക്ക് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ചെയ്തിരിക്കണം. സെയിം പ്രായപരിധി തന്നെയാണ്. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് മെഡിക്, അങ്ങനെ കുറേ പോസ്റ്റ് പറയുന്നുണ്ട്. ഇതിലേക്ക് ടോട്ടൽ 88 വേക്കൻസീസാണ് വരുന്നത്. ലെവൽ 4 ഇതിലേക്ക് പേ സ്കെയിൽ. 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻസ് ആണെങ്കിൽ 12th, അതുകൂടാതെ 2 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫിസിയോതെറാപ്പി, 2 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണിത്. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ ANM അല്ലെങ്കിൽ മിഡ് വൈഫാണ്. ഇതിലേക്ക് ടോട്ടൽ 3 വേക്കൻസീസാണ്. ലെവൽ 4 തന്നെയാണ് പേ സ്കെയിൽ. ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ക്വാളിഫിക്കേഷനാണ് 12th കൂടാതെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഓക്സിലറി നേഴ്സ് അല്ലെങ്കിൽ മിഡ് വൈഫറി ആണ്. ഇത് കൂടാതെ ഒരു നേഴ്സിംഗ് കൗൺസിൽ, ഒരു അംഗീകൃത നേഴ്സിംഗ് കൗൺസിൽ, സ്റ്റേറ്റ് ആയാലും കുഴപ്പമില്ല, സെൻട്രൽ ആയാലും കുഴപ്പമില്ല, ആ നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കും വേണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ടോട്ടൽ 8 വേക്കൻസീസാണ് വരുന്നത്. ഇതിലേക്ക് ലെവൽ 4 തന്നെയാണ് പേ സ്കെയിൽ. അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 12th, അതുകൂടാതെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നിക്സ് ആണ്. ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് അത് ലഭിച്ചിരിക്കേണ്ടത്, ആ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കേണ്ടത്. ഇതിലേക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നുണ്ട്. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ജൂനിയർ എക്സ് അസിസ്റ്റൻ്റ് ആണ്. ടോട്ടൽ 84 വേക്കൻസീസാണ് വരുന്നത്. ലെവൽ 4 തന്നെയാണ് പേ സ്കെയിലായിട്ട് വരുന്നത്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കും. ഇതിലേക്ക് മെട്രിക്കുലേഷൻ വിത്ത് സയൻസ് ആസ് എ സബ്ജക്റ്റ്, അതായത് 10th ക്ലാസ്സിൽ സയൻസ് ഒരു സബ്ജക്റ്റായി പഠിക്കുകയും ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് 2 ഇയേഴ്സ്, 2 വർഷത്തെ കോഴ്സായിരിക്കണം അത്. ഇൻ റേഡിയോ ഡയഗ്നോസിസിലാണ് ആ കോഴ്സ് പഠിച്ചിരിക്കേണ്ടത്. 2 വർഷത്തെ ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും റേഡിയോ ഡയഗ്നോസിസ് കോഴ്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. ടോട്ടൽ 5 വേക്കൻസീസാണ് ഇതിലേക്കും വരുന്നത്. ലെവൽ 4 തന്നെയാണ് പേ സ്കെയിൽ. ഇതിൽ മെട്രിക്കുലേഷൻ 10th ക്ലാസ്സിൽ ഒരു സയൻസ് ഒരു സബ്ജക്റ്റായി പഠിച്ചിരിക്കുകയും സർട്ടിഫിക്കറ്റ് ഇൻ ലബോറട്ടറി അസിസ്റ്റൻറ്റ് കോഴ്സ്, അതാണ് ഇതിലേക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിലേക്ക് എക്സ്പീരിയൻസ് പറയുന്നില്ല. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യനാണ്. 1 വേക്കൻസിയാണ് വരുന്നത്. ഇതിലേക്ക് ലെവൽ 4 തന്നെയാണ് പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് 10th ക്ലാസ്സും ഡിപ്ലോമ ഇൻ ഇലക്ട്രീഷ്യൻ ട്രേഡാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ സ്റ്റുവേർഡാണ്. ഇതിലേക്ക് 3 വേക്കൻസീസാണ് വരുന്നത്. ലെവൽ 4 തന്നെയാണ് പേ സ്കെയിലായിട്ട് വരുന്നത്. ഇതിലേക്ക് ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ബിവറേജ്, മെട്രിക്കുലേഷൻ പാസ്സായ ശേഷം, അതായത് 10th ക്ലാസ് പാസ്സായ ശേഷം ഡിപ്ലോമ ഇൻ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ഏതെങ്കിലും ഒരു അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ലഭിച്ചിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. അടുത്ത കോൺസ്റ്റബിൾ മസാൽച്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ. ഇങ്ങനെ ഒരു പോസ്റ്റ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ടോട്ടൽ 4 വേക്കൻസീസാണ് ഇതിലേക്കുള്ളത്. ലെവൽ 3 പേ സ്കെയിലായിട്ട് വരുന്നത്. 21,700 രൂപ മുതൽ 69,100 വരെയാണ് നമുക്ക് ലഭിക്കുന്ന സാലറി. 10th ക്ലാസ്സാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. കൂടാതെ ഈ സിമിലർ ജോബ്, അത് റെസ്റ്റോറൻറ്റിലോ ഹോട്ടലുകളിലോ ആണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ലഭിക്കുന്നത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. 10th ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. അടുത്തത് കോൺസ്റ്റബിൾ കുക്കാണ്. ഇതിലേക്ക് ടോട്ടൽ 116 വേക്കൻസീസ് വരുന്നുണ്ട്. ലെവൽ 3 തന്നെയാണ് പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10th ക്ലാസ് തന്നെയാണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ മെഡിക്കലി ഫിറ്റായിരിക്കുകയും 1 വർഷത്തെ കുക്കായിട്ടുള്ള എക്സ്പീരിയൻസും വേണം. അടുത്തത് കോൺസ്റ്റബിൾ സഫായി കറാംചാരി. ഇതിലേക്ക് 121 വേക്കൻസീസ് വരുന്നുണ്ട്. 10th ക്ലാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അതുകൂടാതെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ആ പ്രദേശത്തെ ലോക്കൽ ലാംഗ്വേജ്, നമുക്ക് ഏതെങ്കിലും ഒരു ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുകയും വേണം. വേറെ എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ലെവൽ 3 പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. 18 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. അടുത്ത കോൺസ്റ്റബിൾ ധോബി അല്ലെങ്കിൽ വാഷർമാൻ ആണ്. ഇതിലേക്ക് ലെവൽ 3 തന്നെയാണ് പേ സ്കെയിൽ. ടോട്ടൽ 5 വേക്കൻസീസ് വരുന്നുണ്ട്. മെട്രിക്കുലേഷൻ, അതായത് 10th ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 1 വർഷത്തെ
എക്സ്പീരിയൻസ് OB ആയിട്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, മെഡിക്കലി ഫിറ്റ് ആയിരിക്കും വേണം. 18 മുതൽ 23 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. അടുത്ത കോൺസ്റ്റബിൾ ആണ്. അതിലേക്കും 3 വേക്കൻസീസാണ് ഉള്ളത്. നമുക്ക് ലെവൽ 3 തന്നെയാണ് പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. അപേക്ഷിക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മെട്രിക് ഓർ ഇക്വലൻറ്റ് ഫ്രം എ ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. എക്സ് സർവീസ്മാൻ കാറ്റഗറിക്കാർക്കും അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആസ് പെർ ജനറൽ ഡ്യൂട്ടി. ഒരു സോൾജർ ജനറൽ ഡ്യൂട്ടിക്ക് എന്താണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നത്, ആ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ് ഈ പോസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത്. ഇത് കോൺസ്റ്റബിൾ WC ആണ്, അതായത് വാട്ടർ കാരിയറാണ് കേട്ടോ. ആ പോസ്റ്റിൻ്റെ നെയിം 18 മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണ്. അടുത്തത് കോൺസ്റ്റബിൾ ആണ്. ടേബിൾ ബോയ് 1 വേക്കൻസീസാണുള്ളത്. ലെവൽ 3 തന്നെയാണ് പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. ഇതിലേക്ക് 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഹോട്ടലിലോ റെപ്യൂട്ടഡ് അല്ലെങ്കിൽ ഡിഫൻസ് സർവീസ് മെസ്സിലോ അങ്ങനെ ഏതെങ്കിലും മേഖലയിലോ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വെറ്റിനറിയാണ് അടുത്ത പോസ്റ്റ്. അടുത്തതെല്ലാം വെറ്റിനറി കാറ്റഗറിക്കാണ്. ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറിക്ക് 3 വേക്കൻസീസാണുള്ളത്. ലെവൽ 4 പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. ഇതിലേക്ക് +2 അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒരു വിഷയമായിട്ട് പഠിച്ചിരിക്കുന്നത്. +2 വിത്ത് സയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് മിനിമം 1 ഇയർ ഡ്യൂറേഷൻ റിലേറ്റഡ് ടു വെറ്റിനറി തെറാപ്പിക് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്തിരിക്കണം. അത് ഒരു വർഷത്തിൽ കുറയരുത് ആ കോഴ്സ്. 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ പോലും അവർ സമ്മതിക്കില്ല. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണിത്. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ ലാബ് ടെക്നീഷ്യനാണ്. 1 വേക്കൻസീസാണുള്ളത്. ലെവൽ 4 തന്നെയാണ് പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. +2 വിത്ത് സയൻസും 2 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വെറ്റിനറി ലാബ് ടെക്നീഷ്യനാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യപ്പെടുന്നുണ്ട്. 18 മുതൽ 25 വയസ്സാണ് പ്രായപരിധി വരുന്നത്. അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോഗ്രാഫർ പോസ്റ്റാണ്. ഇതിലേക്ക് 1 വേക്കൻസീസാണുള്ളത്. ലെവൽ 4 പേ സ്കെയിലായിട്ട് ലഭിക്കുന്നത്. +2 സയൻസാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ. അതല്ലാതെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ വെറ്റിനറി റേഡിയോഗ്രാഫി ഇതിലേതെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വെറ്റിനറി റേഡിയോഗ്രാഫിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഇതിലേക്കും പ്രായപരിധി. ഈ പോസ്റ്റിലേക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളാണ് ഇത് എല്ലാം. പാരാമെഡിക്കൽ സ്റ്റാഫായിട്ടാണ് നിയമനം ലഭിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഫസ്റ്റ് ടെമ്പററി പോസ്റ്റാണ്. പക്ഷേ ഇത് പെർമനൻ്റ് ആകാൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ്. അത് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് OBC SC STക്കാർക്ക് പ്രായളവുണ്ട്. OBCക്കാണെങ്കിൽ 3 വർഷവും SC ST കാറ്റഗറിക്കാണെങ്കിൽ 5 വർഷവും എക്സ് സർവീസ്മാൻകാർക്കാണെങ്കിൽ അവരുടെ ഡിസ്ചാർജ് ഡേറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് പ്രായം ഇളവുകൾ ലഭിക്കുന്നത്. 3 വർഷത്തെ ഇളവ് വരെ ലഭിക്കാവുന്നതാണ്. ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് 170, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പറയുന്നത്. ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് 80 to 85 ആണ്. വേറെ ചില കാറ്റഗറിക്കാർക്ക് റിലാക്സേഷൻ ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നിൽക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഞാൻ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്കൊന്ന് നന്നായിട്ട് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓഫ്ലൈനായിട്ടാണ്. ഇത് ഡ്യൂലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മാതൃക ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത ശേഷം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എൻ്റെ ഒരു എൻവലപ്പ് മെൻഷനിങ് കറസ്പോണ്ടൻസ് അഡ്രസ്സ്, നമ്മളുടെ സ്വന്തം അഡ്രസ്സ് ചെയ്തിട്ട് അതൊരു എൻവലപ്പിൽ ഇട്ടിട്ട് വേണം അയക്കാൻ. അത് ഹോൾ ടിക്കറ്റ് തിരിച്ച് അയക്കാനാണെന്ന് വിചാരിക്കുന്നു. ഇത് അയക്കേണ്ട അഡ്രസ്സ് ആണെങ്കിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് എക്സാമിനേഷൻ 2020 നമ്മളെ എൻവലപ്പിന് പുറത്ത് എഴുതിയിരിക്കണം. അയക്കേണ്ട അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. DIGP ഗ്രൂപ്പ് സെൻറ്റർ CRPF ഭോപ്പാൽ, വില്ലേജ് ബംഗ്രാസിയ, താലൂക്ക് ഹൂസൂർ, ഡിസ്ട്രിക്ട് ഭോപ്പാൽ, MP 462045 എന്ന വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 31/8/2020 തന്നെയാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് വരുന്നത് ഗ്രൂപ്പ് B പോസ്റ്റുകൾക്ക് 200 രൂപയും ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് 100 രൂപയുമാണ്. SC ST ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫീസ് 2 വിധത്തിൽ അടയ്ക്കാം. പോസ്റ്റൽ ഓർഡറായിട്ടും ബാങ്ക് ഡ്രാഫ്റ്റും ആയിട്ടാണ്.
പോസ്റ്റ് ലോഡ് ആയാലും ബാങ്ക് ഡ്രാഫ്റ്റ് ആയാലും DIGP ഗ്രൂപ്പ് സെൻറ്റർ CRPF ഭോപ്പാൽ എന്ന വിലാസത്തിലാണ് DD ആയാലും പോസ്റ്റൽ ആയാലും എടുക്കേണ്ടത്. DD മാറാൻ കഴിയുന്നത് SBI ബംഗ്രാസിയ എന്ന ബ്രാഞ്ചിൽ മാറാൻ കഴിയുന്ന പോലെയാണ് DD എടുക്കേണ്ടത്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഷെയർ കൊണ്ട് ചിലപ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ അത് ഭയങ്കരമായിട്ട് യൂസ് ആയിട്ടും വരാം. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.